ശ്രീമദ്ഭഗവദ്ഗീത ശങ്കരഭാഷ്യം. അതാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഗീതയിലെ പ്രഥമാധ്യായം അത് മുമ്പ് ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അതിന്റെ ഉപോദ്ഘാതമായിട്ടാണ് ഈ ഭാഷ്യം ആചാര്യസ്വാമികൾ എഴുതിയിരിക്കുന്നത്. ശരിക്കും ഭഗവത്ഗീതയുടെ ഒന്നാമത്തെ ശ്ലോകത്തിന് ഇത് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് പറയുന്ന ഈ ശ്ലോകത്തിന് ഇവിടെ മുതലാണ് ഭാഷ്യം തുടങ്ങുന്നത്. അവിടെ ഒറ്റവരി ഭാഷ്യകാരൻ ഭാഷ്യം ആരംഭിച്ചു. ധൃതരാഷ്ട്രവാച ധർമ്മക്ഷേത്രേ ഇതി, ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉപോദ്ഘാത ഭാഷ്യമാണ്. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാം അധ്യായം മുതലാണ് ഭാഷ്യം തുടർന്നു പോകുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഒന്ന് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും ബ്രഹ്മസൂത്ര ഭാഷ്യം ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അത് ഒരിക്കൽ കൂടി അത് കേട്ടിരിക്കുന്നത് നന്നായിരിക്കും ഇതിന്റെ ചർച്ചയ്ക്ക് വേണ്ടി. കാരണം ബ്രഹ്മസൂത്രത്തിൽ പല കാര്യങ്ങളും നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. അതേ വിഷയങ്ങളിൽ തന്നെ ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ അതിന്റെ ആവർത്തനം വീണ്ടും വരും. അപ്പോൾ ആ ബ്രഹ്മസൂത്ര പാഠങ്ങൾ ഇതോടൊപ്പം ആവർത്തിക്കാമെങ്കിൽ അത് ഇതിന് വളരെ സഹായിക്കും. കാരണം ഇവിടെ ശാങ്കരഭാഷ്യം എന്ന് പറയുമ്പോൾ അത് അദ്വൈതമാണ് ചർച്ച ചെയ്യുന്നത്. ആ വിഷയമാണ് അവിടെ വളരെ വിശദമായിട്ട് ഭാഷ്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഇതിന്റെ മനനം നടക്കുമ്പോൾ അതോടൊപ്പം ബ്രഹ്മസൂത്രത്തിന്റെ എല്ലാ ചതുസൂത്രി എല്ലാ ഭാഗങ്ങളും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ സഹായകമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇത് പിന്നെ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യം വരത്തില്ല. പൊതുവായി അദ്വൈതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ ബ്രഹ്മസൂത്ര ഭാഷ്യങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതിൽ കൂടുതലായിട്ട് ശാസ്ത്രീയമായി പ്രതിപാദനം ചെയ്യാൻ ഈ അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും ശേഷിക്കുന്നില്ല. അതിന്റെ ആവർത്തനം തന്നെയായിരിക്കും അദ്വൈതം എന്ന് പറയുന്ന വിഷയത്തെ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് അത് വീണ്ടും ഇതോടൊപ്പം ആവർത്തിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ അവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ ശാസ്ത്രശ്രവണത്തെ സംബന്ധിച്ച് അത് നമ്മൾ ഒരിക്കൽ കൂടി ഓർത്തിരിക്കണം. അതായത് ശാസ്ത്ര ശ്രവണം ആത്മബോധത്തിന് എങ്ങനെ സഹായിക്കുന്നു, അദ്വൈത സിദ്ധാന്തത്തിന്റെ മുഖ്യമായ താൽപര്യം എന്താണ്? നിശ്രേയസം, അതിലാണ് മോക്ഷം, അതിലാണ് ശാസ്ത്രത്തിന്റെ താൽപര്യം. അതിന് ശാസ്ത്രം എങ്ങനെ പ്രയോജനപ്പെടുന്നു? മോക്ഷത്തിന് നിരവധി ഉപായങ്ങളുണ്ട്.
ജപധ്യാനാദികളെല്ലാം സാധകന്മാര് മോക്ഷത്തിന് വേണ്ടി അനുഷ്ഠിക്കുകയാണ്. അതിന് ശാസ്ത്രം എങ്ങനെ പ്രയോജനപ്പെടുന്നു? അല്ലെങ്കിൽ ഒരു ശാസ്ത്ര ചർച്ച അതിനെങ്ങനെ പ്രയോജനപ്പെടുന്നു? അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ ശ്രവണ മനന നിധ്യാസനങ്ങൾ അതെങ്ങനെ പ്രയോജനപ്പെടുന്നു? ഈ കാര്യം വളരെ വിശദമായി നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഒരിക്കൽ കൂടി അതിനെ ഒന്ന് പരാമർശിക്കാം. അതായത് ശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾ പ്രഥമമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാണ് ശബ്ദത്തിന്റെ പ്രാധാന്യം. ശാസ്ത്രം എന്നാൽ ശബ്ദമയമാണ്. എങ്ങനെയുള്ള ശബ്ദം? ഗുരുവാക്യം, ഗുരു ഉപദേശ രൂപത്തിലുള്ള ശബ്ദം, അതാണ് ശാസ്ത്രം. ശാസ്ത്രം ഗുരു ഉപദേശമാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് പുസ്തകമാണ്. പുസ്തകം ശബ്ദമുണ്ട്. പുസ്തകം എന്ന് പറയുന്നത് ലിപികളാണ്, ശബ്ദത്തിന്റെ സങ്കേതങ്ങളാണ്. ശബ്ദസങ്കേതം എന്ന് സംസ്കൃതത്തിൽ പറയും. നമ്മൾ മലയാളത്തിൽ ലിപി എന്ന് പറയും. പുസ്തകം ലിപിയാണ്, അത് കേവലം സങ്കേതമാണ്. ഈ സങ്കേതം അല്ലെങ്കിൽ ലിപി എന്താണ്? അത് ശബ്ദമല്ല, മറിച്ച് അത് ശബ്ദത്തിന്റെ സ്മാരകം എന്ന് പറയും. ശാസ്ത്രീയമായ ഭാഷയിൽ ശബ്ദസ്മാരകമാണ് ലിപി എന്നാണ്. ശബ്ദം തന്നെ ഒരു പ്രത്യേക ശാസ്ത്രമാണ്, ശബ്ദശാസ്ത്രം. അപ്പൊ അതിൽ നമ്മൾ ഈ കാണുന്ന ഗ്രന്ഥത്തെ പറയുന്നത് എന്താണത്? ശബ്ദസ്മാരകങ്ങളെന്നാണ്. ശബ്ദത്തെ നമുക്ക് കാണാൻ കഴിയത്തില്ല, കേൾക്കാനേ കഴിയത്തുള്ളൂ. പക്ഷെ ശാസ്ത്രം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ കാണുന്ന ശാസ്ത്രം എന്താണ്? ലിപിയാണ്, അല്ലെങ്കിൽ ശബ്ദസ്മാരകമായ രൂപങ്ങളാണ് നമ്മൾ കാണുന്നത്. പുസ്തകം വായിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഈ ലിപികൾ അല്ലെങ്കിൽ ഈ സങ്കേതങ്ങൾ അക്ഷരത്തിന്റെ സ്മരണ, ശബ്ദത്തിന്റെ സ്മരണയെ ഉണ്ടാക്കുന്നു. ആ ശബ്ദങ്ങൾ കൂടിച്ചേർന്ന് പദങ്ങൾ ഉണ്ടാകുന്നു, പദത്തിന്റെ സ്മരണയുണ്ടാകുന്നു. പദങ്ങളിൽ നിന്നും അർത്ഥബോധം ഉണ്ടാകുന്നു. അങ്ങനെ അർത്ഥമുള്ള പദങ്ങൾ കൂടിച്ചേർന്ന് വാക്യങ്ങൾ, വാക്യങ്ങളിൽ നിന്നും വാക്യാർത്ഥബോധം ഉണ്ടാകും. അതാണ് പുസ്തകം വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അർത്ഥബോധം, വാക്യാർത്ഥബോധം. ആ വാക്യാർത്ഥബോധം രണ്ടു തരത്തിൽ, വാച്യാർത്ഥബോധവും ലക്ഷ്യാർത്ഥബോധവും. ഒരു വാക്യത്തിന്റെ വാച്യാർത്ഥത്തെ നമ്മൾ ബോധിപ്പിക്കുന്നു, ആ വാക്യം തന്നെ ലക്ഷ്യമായ അർത്ഥത്തെയും ബോധിപ്പിക്കുന്നു. അനാത്മ വിഷയങ്ങളെ സംബന്ധിച്ച്, അതായത് ആത്മഭിന്നമായ വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, പുസ്തകം വായിച്ച് മനസ്സിലാക്കുമ്പോൾ അവിടെ നമുക്ക് സാധാരണഗതിയിൽ വാച്യാർത്ഥ ബോധം മതി, വാക്യാർത്ഥത്തെ ഗ്രഹിച്ചാൽ മതി. കാര്യം മനസ്സിലാകും, എന്താണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, എന്താണ് ഈ പുസ്തകത്തിന്റെ താല്പര്യം. പക്ഷെ ആത്മവിഷയത്തെ സംബന്ധിച്ച് അതുപോലെ അവിടെ ലക്ഷ്യാർത്ഥ ഗ്രഹണം സംഭവിക്കുന്നു, ലക്ഷ്യാർത്ഥത്തെ ഗ്രഹിക്കുന്നു. വാക്യം, പദങ്ങള്, വാക്യം അതിന്റെ വാച്യമായ അർത്ഥത്തെ വിട്ടിട്ട് ലക്ഷ്യാർത്ഥത്തിലെത്തണം. ശബ്ദത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട്. ശബ്ദം
നമ്മുടെ അന്ധകരണത്തെ അതിന്റെ വാച്യാർത്ഥത്തിൽ നിന്നും ലക്ഷ്യാർത്ഥത്തിലേക്ക് നയിക്കും. അതിന് കഴിവുണ്ട്. അവിടെയാണ് ശ്രവണത്തിന്റെ പ്രാധാന്യം വരുന്നത്. നമ്മളിപ്പോൾ ചെയ്യുന്ന പുസ്തകം വായിച്ച് അർത്ഥം മനസ്സിലാക്കുകയല്ല, മറിച്ച് വാക്യത്തെ ശ്രവിക്കുക ചെയ്യുന്നത്. പക്ഷെ കേൾക്കുന്നു, കാണുകയല്ല, കേൾക്കുന്നു. അവിടെ ശബ്ദത്തിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ശ്രുതി എന്ന് പറയുന്നത്. ഗീതയിലും പറയുമല്ലോ, ഇത് ശ്രീമദ് ഭഗവത്ഗീതാസ് ഉപനിഷത്ത്. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ശ്രുതി. ഇത് ശ്രവിക്കപ്പെടുന്നതാണ്. ഇവിടെ ഗീതയിൽ മുന്നോട്ട് ചെല്ലുമ്പോൾ ഭഗവാൻ പറയും, ഞാനിത് സൂര്യന് ഉപദേശിച്ചു, വിവസ്വാൻ മനവേ പ്രാഹ എന്നിങ്ങനെ പറയും. മനുവിന്, ഇക്ഷ്വാകുവിന്, ഏവം പരമ്പരാപ്രാപ്തം. ഈ ശാസ്ത്രം പരമ്പരയായി പ്രാപ്തമാകുന്നു എന്ന് പറയുന്നത് ശബ്ദത്തിലൂടെയാണ്, ഗ്രന്ഥത്തിലൂടെയല്ല, ശബ്ദത്തിലൂടെയാണ്. അതായത് ലിപികളിലൂടെയല്ല അത് പരമ്പരാപ്രാപ്തമാകുന്നു, മറിച്ച് ശബ്ദത്തിലൂടെയാണ്. ഒരു ഗുരു ഉപദേശിക്കുന്നു, ശിഷ്യനെ അനുഗ്രഹിക്കുന്നു, ആ ശിഷ്യൻ വീണ്ടും ഉപദേശിക്കുന്നു, അങ്ങനെ. അങ്ങനെ ശബ്ദം പുറപ്പെടുവിക്കുന്നത് അല്ലെങ്കിൽ ശബ്ദം നിർഗമിക്കുന്നത് എവിടെ നിന്ന്? വക്താവിൽ നിന്നും. അതിന് വക്താവെന്ന് പറയും, പറയുന്നയാൾ. ശബ്ദം സ്വീകരിക്കുന്നതോ ശ്രോതാവ്. ഇപ്പം ഗുരു ഉപദേശം, ഗുരു വക്താവും ശിഷ്യൻ ശ്രോതാവും. ഗുരുവിൽ നിന്ന് ശബ്ദം പുറപ്പെടുന്നു, ശിഷ്യൻ ആ ശബ്ദത്തെ ഗ്രഹിക്കുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഗുരുവിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം, അതിനാണ് നമ്മൾ ശാസ്ത്രം എന്ന് പറയുന്നത്. ശിഷ്യൻ എന്ത് ചെയ്യുന്നു? ആ ശാസ്ത്രത്തെ ഗ്രഹിക്കുന്നു. അവിടെ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ആത്മാവിന്റെ സാന്നിധ്യത്തിൽ, ആത്മാവിന്റെ സാന്നിധ്യത്തെ ഒരിക്കലും വിടാൻ കഴിയാത്ത ഒരു വസ്തുവാണ് അന്ധകരണം. അതിന് ആത്മസാന്നിധ്യത്തിൽ നിൽക്കാൻ പറ്റും. അന്ധകരണം അല്ലെങ്കിൽ മനസ്സെന്ന് പറയാം. ഈ അന്ധകരണം അല്ലെങ്കിൽ മനസ്സ്, അത് സദാ വൃത്തിരൂപത്തിൽ, എന്നുവെച്ചാൽ പരിണാമരൂപത്തിൽ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നു. പരിണാമരൂപത്തിലെ അന്ധകരണത്തിന് സ്ഥിതിയുള്ളൂ. പരിണമിച്ചില്ലെങ്കിൽ അന്ധകരണം ഇല്ല. അതായത് ജലത്തെ പോലെ. ജലം എപ്പോഴും പരിണമിച്ചുകൊണ്ടിരിക്കും, അത് സ്ഥൂലമായി അല്ലെങ്കിൽ സൂക്ഷ്മമായി. അതാണ് അതിന്റെ തിരകൾ അല്ലെങ്കിൽ അതിനുള്ള തരംഗങ്ങൾ. അതുപോലെ അന്ധകരണം സദാ പരിണമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പരിണമിക്കുന്ന അന്ധകരണം ഒരു വക്താവ് ഒരാൾ ഉപദേശിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ അയാളുടെ അന്ധകരണം ആ ശബ്ദരൂപത്തിൽ പരിണമിക്കുന്നു, ശബ്ദാകാരമാകുന്നു അന്ധകരണം. ഏത് വിഷയത്തെക്കുറിച്ച് പറയുന്നു ആ വിഷയത്തിനനുസരിച്ചുള്ള ശബ്ദരൂപത്തെ അന്ധകരണം പ്രാപിക്കും, ശബ്ദരൂപത്തിലാകും. ആത്മവിദ്യയിൽ വിഷയം ആത്മാവാണ്. ആത്മാവിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. വക്താവിന്റെ അന്ധകരണം ആത്മരൂപത്തിൽ പരിണമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആത്മരൂപത്തിൽ പരിണമിച്ചുകൊണ്ടിരിക്കുന്ന
ആ അന്ധകരണം ശബ്ദരൂപത്തിൽ വാഗിന്ദ്രിയത്തിലൂടെ പുറത്തു വരുന്നതാണ് ശ്രോതാവ് ഗ്രഹിക്കുന്നത്. അന്ധകരണത്തിന്റെ പ്രത്യേകത തന്നെ എന്താണത്? ആത്മ സാന്നിധ്യത്തിലേ അതിന് നിലനിൽപ്പുള്ളൂ. അതിന് ആകാരത്തിലെ ആത്മവിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിലനിൽക്കാൻ പറ്റും. ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പം അന്ധകരണം ആത്മാകാരത്തിലായിരിക്കും. ഗുരുപദേശത്തിന്റെ പ്രാധാന്യം എവിടെയാണ്? അല്ലെങ്കിൽ വക്താവിന്റെ പ്രാധാന്യം അതാണ്. വക്താവിന്റെ അന്ധകരണം ആത്മാകാരത്തിൽ പരിണമിച്ചത് അത് വാഗ്രൂപത്തിൽ വാഗിന്ദ്രിയത്തെ ആശ്രയിച്ച് ബഹിർഗമിക്കുകയാണ്, പുറത്തേക്ക് വരികയാണ്. അപ്പൊ ശ്രോതാവിന്റെ ശ്രവണപുടങ്ങളിൽ പതിയുന്നത് എന്താണോ? വക്താവിന്റെ ആത്മസാന്നിധ്യമുള്ള ശബ്ദമാണ്. അതാണ് ആത്മോപദേശം എന്ന് പറയുന്നത്, ശാസ്ത്രോപദേശം എന്ന് പറയുന്നത്. ശ്രോതാവിന്റെ അന്ധകരണം അതിനെ ഗ്രഹിക്കുന്നതിന് പക്വമാണെങ്കിൽ, അതിന് തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് പ്രാപ്തമാണെങ്കിൽ വക്താവിന്റെ അന്ധകരണത്തിന്റെ സ്ഥിതി എന്തോ അത് തന്നെ ശ്രോതാവിന്റെ അന്ധകരണത്തിൽ സംഭവിക്കും. അതായത് വക്താവിന്റെ, പറയുന്ന ആളിന്റെ അന്ധകരണം ആത്മാകാരമായി എന്ന് പറഞ്ഞാൽ ആത്മബോധത്തോടുകൂടി ഇരിക്കുകയാണെങ്കിൽ കേൾക്കുന്ന വക്താവിന്റെ അന്ധകരണവും അതേ ആത്മാകാരമായി ആത്മബോധത്തോടുകൂടി തന്നെ തീരും. അതാണ് പറയുന്നത് ഏകശ്രവണ, ഒറ്റ ശ്രവണം കൊണ്ട് തന്നെ. അധികാരി പ്രാപ്തനാണെങ്കിൽ, പക്വതയുള്ള ആളാണെങ്കിൽ ഒറ്റ ശ്രവണം കൊണ്ട് തന്നെ അയാൾക്ക് ആത്മബോധം ഉണ്ടാകും. അത് വക്താവിന്റെ അല്ല, ശ്രോതാവിന്റെ അധികാരിത്വത്തെ ആശ്രയിച്ചിരിക്കുന്നു. ശ്രോതാവിന്റെ അന്ധകരണം സാത്വികവും ഏകാഗ്രവുമാണെങ്കിൽ അത് സംഭവിക്കും. അവിടെ സംഭവിക്കുന്നത്, അതായത് അന്ധകരണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഒന്ന്, അത് സാത്വിക രാജസ താമസ ഭാവങ്ങളിലായിരിക്കും, എപ്പോഴും ഏതെങ്കിലും ഒന്നിലായിരിക്കും, അല്ലെങ്കിൽ കൂടിക്കലർന്നിരിക്കും. ആ അന്ധകരണം ആത്മാകാരമായി തീരുന്ന അന്ധകരണം എന്നുവെച്ചാൽ ആത്മബോധത്തോടുകൂടിയിരിക്കുന്ന മനസ്സ്. അന്ധകരണത്തിനൊരു പ്രത്യേകതയുണ്ട്, അതിന് സഞ്ചരിക്കാൻ കഴിയും. അത് ദേശപരിച്ഛിന്നമല്ല, എന്നുവെച്ചാൽ ഒരു ദേശത്ത് നിന്ന് വേറെ ദേശത്തേക്ക് അതിന് പോകാൻ കഴിയും. വക്തൃദേശത്ത് നിന്ന് ശ്രോതൃദേശത്തേക്ക് അതിന് സഞ്ചരിക്കാൻ കഴിയും. അതായത് വക്താവിന്റെ അന്ധകരണ ദേശത്ത് നിന്ന് അതിന് ശ്രോതാവിന്റെ അന്ധകരണ ദേശത്തിലേക്ക് സഞ്ചരിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ്? അത് സൂക്ഷ്മമാണ്, തൈജസമാണ്. സൂര്യന്റെ പ്രകാശം ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ തൈജസമായ പദാർത്ഥങ്ങൾക്കെല്ലാം അങ്ങനെ സഞ്ചരിക്കാൻ കഴിയും. അത് ഈ അന്ധകരണത്തിനും അതിന് കഴിയും. വക്താവിന്റെ ദേശത്ത് നിന്ന് ശ്രോതാവിന്റെ ദേശത്തേക്ക് സഞ്ചരിക്കാൻ കഴിയും. വക്താവിന്റെ ദേശം എന്ന് പറയുമ്പോൾ എന്താണ്? വക്താവിന്റെ ഉപദേശിക്കുന്ന ആളുടെ ആത്മസാമീപ്യം, അതാണ് വക്താവിന്റെ ദേശം എന്ന് പറയുന്നത്. അന്ധകരണത്തിന്റെ ദേശം ആത്മാവ്. അവിടെ നിന്നും ശ്രോതാവിന്റെ
ദേശത്തിലേക്ക് സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ശ്രോതാവിന്റെ ആത്മസാമീപ്യം, അവിടെ എത്താൻ കഴിയും. അത് അന്ധകരണത്തിന്റെ ഒരു പ്രത്യേകതയാണ്. വാസ്തവത്തിൽ അന്ധകരണത്തിന്റെ സഞ്ചാരം എന്ന് പറയുമ്പോൾ കാറ്റ് ഒരിടത്ത് നിന്ന് വീശി വേറെടുത്ത് പോകുന്നത് പോലെയോ പ്രകാശം ഒരിടത്ത് നിന്ന് സഞ്ചരിച്ച് വേറൊരു സ്ഥലത്ത് എത്തിച്ചേരുന്നത് പോലെയുള്ള ഗമനക്രിയ അതിന്റെ ആവശ്യമുണ്ട് അവിടെ. അത് അന്ധകരണത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. എന്തുകൊണ്ട്? ആത്മാവ് സർവ്വവ്യാപിയാണ്. ആത്മാവിന് ഒരു ദേശത്ത് നിന്ന് വേറെ ദേശത്തേക്ക് ഗമനക്രിയയിലൂടെ, അതായത് ചലനത്തിലൂടെ സഞ്ചരിച്ചു പോകേണ്ട ആവശ്യം വരുന്നില്ല. ആത്മാവിനോട് ഏറ്റവും സമീപത്ത് നിൽക്കുന്ന വസ്തുവാണ് അന്ധകരണം. അന്ധകരണത്തിന്റെ സവിശേഷത അത് ഏത് സമയവും ആത്മസ്ഫുരണത്തോടുകൂടിയേ നിൽക്കത്തുള്ളൂ. ആത്മസ്ഫുരണത്തെ വിട്ട് അന്ധകരണത്തിന് നിൽക്കാൻ കഴിയത്തില്ല. ആത്മാവ് സർവ്വവ്യാപിയാണെങ്കിൽ അന്ധകരണവും അതുപോലെ തന്നെ സർവ്വവ്യാപിയാണ്. പ്രത്യേകത വരുന്ന എന്താണ്? അന്ധകരണത്തിൽ വരുന്ന വൃത്തിഭേദങ്ങളാണ്. വക്താവിൽ അന്ധകരണം ഒരു വൃത്തിയിലിരിക്കുമ്പോൾ ശ്രോതാവിൽ അന്ധകരണം മറ്റൊരു വൃത്തിയിലായിരിക്കും സാധാരണഗതിയിൽ. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ പ്രാപ്തനായ ശ്രോതാവാണെങ്കിൽ വക്താവിന്റെ അതേ അന്ധകരണ വൃത്തി തന്നെ ശ്രോതാവിന് സംഭവിക്കും. അപ്പോൾ അന്ധകരണത്തിന്റെ വൃത്തി രണ്ട് സ്ഥലത്ത് ഒരേ രൂപത്തിലായി കഴിഞ്ഞാൽ അവിടെ അന്ധകരണം ഒന്നായിത്തീരുന്നു. പിന്നെ അവിടെ അന്ധകരണം രണ്ടായി നിൽക്കത്തില്ല. അതായത് വക്താവിന്റെ ആത്മദേശത്ത് നിന്ന് നമുക്ക് പറയാൻ മനസ്സിലാക്കാൻ വേണ്ടി അന്ധകരണം ഏത് രൂപത്തിലാകുന്നു അതേ രൂപത്തിൽ ശ്രോതാവിന്റെ ആത്മദേശത്തും അന്ധകരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ അന്ധകരണം രണ്ടായിരിക്കത്തില്ല, ഒന്നാകും. അതാണ് അന്ധകരണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ വക്താവ് ആത്മബോധത്തോടുകൂടി ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ വക്താവിൽ നിന്നും ആത്മബോധത്തോടുകൂടി ആത്മവിദ്യ നിർഗമിക്കുകയാണെങ്കിൽ യുക്തനായ ശ്രോതാവിനും അതേ രീതിയിൽ ആത്മവിദ്യ പ്രകാശിക്കും. അതാണ് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. രണ്ടും ഏകദേശത്തിൽ ഏകകാലത്ത് സംഭവിക്കും. അതിന് സകൃശ്രവണം മതി, ഒരു തവണ ശ്രവിച്ചാൽ മതി. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ഗുരു ഒരു തവണ ഉപദേശിച്ചു കഴിഞ്ഞാൽ ആത്മവസ്തുവിനെ കുറിച്ച് യോഗ്യനായ ഒരു ശിഷ്യന് ആ ഒരൊറ്റ ഉപദേശം മാത്രം മതി. ഗുരുവിൽ എങ്ങനെയാണോ ആത്മബോധം പ്രകാശിക്കുന്നത് അതുപോലെ ശിഷ്യനും ആത്മബോധം പ്രകാശിക്കും. അതിന്റെ ശാസ്ത്രീയമായൊരു വിവരണമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത് നമ്മൾ മനനം ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ചിലർക്കത് പിടികിട്ടില്ല എന്ന് വരാം, പക്ഷെ അത് മനനം ചെയ്യും. ഉപദേശത്തിൽ, ഗുരു ഉപദേശത്തിൽ അല്ലെങ്കിൽ ശാസ്ത്രോപദേശത്തിൽ എന്താണ് സംഭവിക്കുന്നത്? വാസ്തവത്തിൽ വക്താവിന്റെ അന്ധകരണവും ശ്രോതാവിന്റെ അന്ധകരണവും ഗുരുവിന്റെ അന്ധകരണവും ശിഷ്യന്റെ അന്ധകരണത്തോടെ ഏകീഭവിക്കുകയാണ് ചെയ്യുന്നത്, ഒന്നായിത്തീരുന്നു. അന്ധകരണം ഒന്നായിത്തീരുക എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു, രണ്ടും ഒരേ ആകാരത്തെ പ്രാപിക്കുന്നു, ഒരേ വടിവിന് ഒരേ രൂപത്തെ പ്രാപിക്കുന്നു. അവിടെ ചർച്ച ചെയ്യുന്നത്, മനനം ചെയ്യുന്നത് ആത്മവിഷയമായതുകൊണ്ട് രണ്ടുപേരുടെയും അന്ധകരണം ഒരേ രൂപത്തിലാവും. ആത്മാവിലൊരു മാറ്റവും സംഭവിക്കുന്നില്ല.
ആത്മാവ് സദാ നിർലിപ്തമായി ഏകരൂപത്തിൽ തന്നെ സംഭവിക്കുന്നു. അതിന് ബന്ധമോക്ഷങ്ങളില്ല. പക്ഷെ ബാക്കിയെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ സാത്വികമായ ശുദ്ധമായ അന്ധകരണങ്ങളിലാണ്, ജീവന്മാരുടെ അന്ധകരണങ്ങൾ. അത് ഗുരു ശിഷ്യഭേദത്തിൽ ജീവന്മാരുടെ അന്ധകരണത്തിലാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് സഹായിക്കുന്നതാണ് ശബ്ദം. അതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്, ശബ്ദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. ആ ശബ്ദത്തിന്റെ പ്രാധാന്യമാണ് ശാസ്ത്രത്തിന്റെ പ്രാധാന്യം. അപ്പോൾ ശാസ്ത്രത്തിന്റെ താല്പര്യത്തെ ഗ്രഹിച്ച് ശാസ്ത്രത്തിന്റെ ശാസ്ത്രീയത അത് ഗ്രഹിച്ച് ശാസ്ത്രത്തിന്റെ സഹായം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ജ്ഞാനസമ്പാദനത്തിനും തുടർന്ന് നിശ്രേയസത്തിനും അത് സഹായിക്കും. മറിച്ചാണെങ്കിലോ ശാസ്ത്രം ഒരു ഭാരമായിത്തീരും, അധിക ഭാരം, അധിക ബന്ധനമായി തീരും. അതുകൊണ്ട് ശാസ്ത്രത്തിന് ഒരു പ്രയോജനത്തിന്റെ വശവും മറിച്ചൊരു ബന്ധനത്തിന്റെ വശമുണ്ട്. അത് ശാസ്ത്രകാരന്മാരെല്ലാം സമ്മതിച്ചിട്ടുള്ളതാണ്, ആചാര്യന്മാർ ഗുരുക്കന്മാരെല്ലാം സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ട്, അപ്പോൾ ശാസ്ത്രത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാന കാര്യം, ശാസ്ത്രം അത് ഗുരുപദേശമാണ്, അത് ശബ്ദാത്മകമാണ്. ഗുരുവിന്റെ ആത്മാകാരമായ അന്ധകരണത്തിന്റെ ശബ്ദാത്മകമായ ബഹിസ്ഫുരണമാണ്. അതാണ് ശാസ്ത്രം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ. ശ്രോതാവിനെ അല്ലെങ്കിൽ ശിഷ്യനെ ആത്മബോധത്തിലേക്ക് നയിക്കുന്ന ഗുരുവിന്റെ ശബ്ദാത്മകമായ ആത്മാനുഭവമാണ്. അതാണ് ശാസ്ത്രം. ശാസ്ത്രം ശരിക്കും അനുഭൂതിയാണ്. അനുഭൂതി വക്താവിൽ നിന്നും ബഹിർഗമിച്ചാൽ, നിർഗമിച്ചു കഴിഞ്ഞാൽ അത് ശാസ്ത്രത്തിന്റെ രൂപത്തെ പ്രാപിക്കും. ഇന്നത്തെ ഗുരുവിന്റെ ഉപദേശം നാളെ ശാസ്ത്രമായിട്ട് തീരും. അതുകൊണ്ട് ശാസ്ത്രശ്രവണം ചെയ്യുന്നത് ഒരു പാഴ്പോയലയാണെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് ആധ്യാത്മിക ജീവിതത്തെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ മൂർഖത ആയിരിക്കും. മണ്ടത്തരം മലയാളത്തിൽ പറഞ്ഞാൽ അതായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ധരിക്കാൻ പാടില്ല, അതൊരു പാഴ്വേലയാണ്. എനിക്ക് ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഗുരുവിനെ നിഷേധിക്കുകയാണ്. ഗുരുവിനെ നിഷേധിച്ചുകൊണ്ട് ഒരാൾക്ക് ആധ്യാത്മിക ജീവിതത്തിൽ അല്ലെങ്കിൽ ആധ്യാത്മിക സാധനയിൽ മുന്നേറാൻ കഴിയുമെങ്കിൽ അത് പ്രകാശത്തിന്റെ സഹായമില്ലാതെ വസ്തുക്കളെ കാണാൻ ശ്രമിക്കുന്ന പോലെയാണ്. അതുകൊണ്ട് ശബ്ദം നമ്മളെ സഹായിക്കുന്നത് ഗുരു എന്ന മാധ്യമത്തിലൂടെയാണ് ശബ്ദം സഹായിക്കുന്നത്. അപ്പോൾ ഗുരുവിന്റെ അന്ധകരണ പരിണാമ രൂപത്തിൽ ശബ്ദം വരുമ്പോൾ മാത്രമാണ് ആ ശബ്ദം നമ്മളെ സഹായിക്കുന്നത്. അങ്ങനെ വരുന്ന ശബ്ദമാണ് ശാസ്ത്രമായി വരുന്നത്. അപ്പം അതിന് നമ്മൾ പ്രധാനമായി മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പ്രധാനമായി നമ്മൾ സ്വീകരിക്കേണ്ട ഒരു കാര്യം, ശാസ്ത്രശ്രവണത്തിൽ ഏറ്റവും പ്രധാനമായി സ്വീകരിക്കേണ്ട ഒന്ന് അന്തർമുഖത. അതാണ് ഏത് വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയത്തെ നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് വിഷയോന്മുഖമാണ്. എന്നുവെച്ചാൽ ശബ്ദം അർത്ഥത്തെ സ്ഫുരിപ്പിക്കണം. അങ്ങനെയാണ് നമ്മളൊരു വിഷയത്തെ ഗ്രഹിക്കുന്നത്. ഒരു ശബ്ദം ശ്രവിക്കുമ്പോൾ അത് അർത്ഥത്തെ സ്ഫുരിപ്പിക്കുന്നു നമ്മുടെ മനസ്സ്. ഒരു വാക്യത്തെ ശ്രവിക്കുമ്പോൾ അത് അർത്ഥത്തിന്റെ ബോധത്തെ, സ്ഫുരണത്തെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നു. ഇവിടെ
അർത്ഥം ആത്മാവാണ്. ശബ്ദത്തിന്റെയും വാക്യത്തിന്റെയും അർത്ഥം ആത്മാവാണ് ഇവിടുത്തെ അർത്ഥം. അപ്പോൾ ബാഹ്യമായൊരു വിഷയത്തെ ഇവിടെ നമ്മുടെ ഉള്ളിൽ സ്ഫുരിപ്പിക്കുന്നില്ല ശബ്ദം. ബാഹ്യ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അന്ധകരണം അപ്പോൾ ശൂന്യമാണ്. ആത്മവിദ്യയെ ഗ്രഹിക്കുമ്പോൾ അന്ധകരണം ബാഹ്യ വിഷയങ്ങളെ സംബന്ധിച്ച് ശൂന്യവും ആത്മവിഷയത്തെ സംബന്ധിച്ച് അത് സാർത്ഥകമായിരിക്കുന്നു, അർത്ഥത്തോടുകൂടിയിരിക്കുന്നു. ആത്മവിദ്യ നമ്മൾ ഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ ശ്രവണ മനനങ്ങളിൽ അന്ധകരണം ആത്മാർത്ഥമായിട്ട് തന്നെ ഇരിക്കുന്നു, ആത്മാവാകുന്ന അർത്ഥത്തെ ഗ്രഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അതാണ് അന്തർമുഖത എന്ന് പറയുന്നത്. അവിടെ മറ്റു വിഷയങ്ങളില്ല. വിഷയം അർത്ഥമായി വരുന്നു സാധാരണ ശബ്ദം കേൾക്കുമ്പോൾ. ആത്മവിദ്യ ഗ്രഹിക്കുമ്പോഴോ അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴോ അവിടെ ആത്മാവ് തന്നെ അർത്ഥമായി വരുന്നു. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അവിടുത്തെ അർത്ഥം വാച്യാർത്ഥമല്ല, ലക്ഷ്യാർത്ഥം എന്നുള്ള വ്യത്യാസം. അതായത് ശബ്ദം മറ്റു വിഷയങ്ങളെ നേരിട്ട് തന്നെ ബോധിപ്പിക്കുന്നു. പുസ്തകം എന്ന് പറയുമ്പോൾ ആ ശബ്ദം പുസ്തകം എന്ന് പറയുന്ന ഒരു അർത്ഥത്തെ നമ്മുടെ മനസ്സിൽ സ്ഫുരിപ്പിക്കുന്നു, അർത്ഥബോധത്തെ ഉണ്ടാക്കുന്നു. അതിന് ശബ്ദത്തിന് കഴിവുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിന് ആത്മാവിനെ അങ്ങനെ ബോധിപ്പിക്കുന്നതിന് കഴിയില്ല. കാരണം ആത്മാവ് അത്തരത്തിൽ മനസ്സിന് വിഷയമാകുന്നില്ല. എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല? ഏതൊരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളവും ആ വിഷയം മനസ്സിന് ബാഹ്യമാണ്. വേറെ തരത്തിൽ പറഞ്ഞാൽ മനസ്സിനത് അന്യമാണ്. മനസ്സിന് അന്യമായ അല്ലെങ്കിൽ മനസ്സിന് വിഷയമായ ബാഹ്യമായ ഒരു വസ്തുവിന് മാത്രമേ മനസ്സിന് അങ്ങനെ ഗ്രഹിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ ശബ്ദത്തിന് അതിന്റെ വാച്യമായി വിഷയമായി ഗ്രഹിക്കാൻ കഴിയും. ആത്മാവിനെ അങ്ങനെ മനസ്സിന് ഗ്രഹിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ശബ്ദത്തിന് ഗ്രഹിക്കാൻ കഴിയുന്നില്ല വാച്യരൂപത്തിൽ. എന്തുകൊണ്ട്? ആത്മാവ് അതിന്റെ സ്വരൂപമായതുകൊണ്ട്, മനസ്സിന്റെ സ്വരൂപമായതുകൊണ്ട്, അല്ലെങ്കിൽ ശബ്ദത്തിന്റെ സ്വരൂപമായതുകൊണ്ട്. സ്വരൂപത്തിന് ഒരിക്കലും വിഷയമായി ഗ്രഹിക്കാൻ കഴിയത്തില്ല. വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിരൽ തുമ്പിൽ നമുക്ക് ആ വിരൽ തുമ്പുകൊണ്ട് സ്പർശിക്കാൻ കഴിയുന്നില്ല. ഒരു ഉദാഹരണത്തിൽ പറയുന്നതാണ്, നമ്മുടെ കണ്ണിന് നേരിട്ട് നമ്മുടെ കണ്ണിനെ കാണാൻ കഴിയുന്നില്ല, നമ്മുടെ മൂക്ക് കൊണ്ട് നമ്മുടെ മൂക്കിൽ തൊടാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഒരു വസ്തുവിന് തന്റെ സ്വരൂപത്തിൽ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. മനസ്സിന് ശബ്ദത്തിനും തന്റെ സ്വരൂപമായ ആത്മാവിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മനസ്സിനോ ശബ്ദത്തിനോ ആത്മാവിനെ സ്വവിഷയമായിട്ട് സ്വവാച്യമായിട്ട് ബോധിപ്പിക്കാൻ കഴിയുന്നില്ല. അതാണ് വിഷയഗ്രഹണവും ആത്മഗ്രഹണവും തമ്മിൽ വരുന്ന വ്യത്യാസം. ശാസ്ത്രം അല്ലെങ്കിൽ ശബ്ദം അല്ലെങ്കിൽ ഗുരു ഉപദേശം ആത്മാവിനെ നേരിട്ട് ബോധിപ്പിക്കുന്നില്ല. മറിച്ച് എങ്ങനെയാണ് അത് ബോധിപ്പിക്കുന്നത്? ശാസ്ത്രം അല്ലെങ്കിൽ ഗുരു ഉപദേശം. നേരത്തെ പറഞ്ഞു, ഗുരുവിന്റെ അന്ധകരണം, ആത്മാകാരമായി പരിണമിച്ചിരിക്കുന്ന അന്ധകരണം, അത് ശബ്ദരൂപത്തിൽ ബഹിർഗമിച്ച് ശ്രോതാവിന്റെ ശ്രവണപടങ്ങളിലൂടെ, ശ്രവണേന്ദ്രിയത്തിലൂടെ ശ്രോതാവിന്റെ ഉള്ളിലേക്ക്, ഉള്ളെന്ന് പറഞ്ഞാൽ അന്ധകരണത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആ ശബ്ദം, ആത്മാകാരമായ ശബ്ദം. അവിടെ ചെന്നു കഴിഞ്ഞാൽ ആ ശബ്ദം എന്ത് ചെയ്യുന്നു? ശ്രോതാവിന്റെ അല്ലെങ്കിൽ ശിഷ്യന്റെ അന്ധകരണത്തെയും അത് ആത്മാകാരത്തിൽ പരിണമിപ്പിക്കുന്നു. പക്ഷെ ആത്മാകാരത്തിൽ പരിണമിക്കുന്ന അന്ധകരണത്തിന് ആത്മാവിനെ വെളിപ്പെടുത്താൻ കഴിയില്ല. മറിച്ച് എന്ത് ചെയ്യും? ആ അന്ധകരണത്തിന്
ആ ശിഷ്യനിൽ ആത്മബോധത്തിന് തടസ്സമായി നിന്ന മായയെ നീക്കുന്നതിനുള്ള ശേഷിയുണ്ട്. അത്രേ കഴിയുന്നുള്ളൂ. ആത്മാവിനെ വെളിപ്പെടുത്താനല്ല, ആത്മാന്ധകാരത്തെ നശിപ്പിക്കാൻ അതിന് കഴിയുന്നു. ആത്മാവ് നിജസ്ഥിതിയിൽ സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അന്ധകാരം മാറി പ്രകാശം അതിന്റെ സ്വതസിദ്ധമായ നിലയിൽ നിലനിൽക്കുന്നു. ഇത്രയാണ് സംഭവിക്കുന്നത്. അതാണ് ശബ്ദത്തിന്റെ പരിമിതിയും ശബ്ദത്തിന്റെ അനന്തമായ സാധ്യതയും. ശാസ്ത്രത്തിന്റെ പരിമിതിയും ശാസ്ത്രത്തിന്റെ അനന്തമായ സാധ്യതയും. ശാസ്ത്രത്തിന്റെ പരിമിതി എന്ന് പറയുന്നത് എന്താണോ? അതിനൊരിക്കലും, അത് ശബ്ദാത്മകമാണെങ്കിലും അതിനൊരിക്കലും ആത്മാവാകുന്ന അർത്ഥത്തെ ബോധിപ്പിക്കാൻ കഴിയുന്നില്ല സാക്ഷാത്തായിട്ട് നേരിട്ട്. അതിന്റെ സാധ്യത എന്താണ്? ആത്മവസ്തുവിന്റെ പ്രകാശത്തിന് തടസ്സമായിരുന്ന സർവത്തെയും നശിപ്പിക്കുന്നതിന് അതിന് കഴിയുന്നു. അതാണ് ശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ശബ്ദത്തിന്റെ പ്രാധാന്യം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഏകാഗ്രമായി മനനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൂചനകളാണ്, വിശദീകരണങ്ങളല്ല. നമ്മളത് ശ്രദ്ധിച്ച് അതിനെ സ്വാത്മീകരിച്ച് സ്വാത്മാംശമാക്കി മനനം ചെയ്ത് ഗ്രഹിക്കേണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് തൊട്ടു മുമ്പ്. എന്താണോ ശാസ്ത്രശ്രവണത്തിൽ ഏറ്റവും പ്രാധാന്യം അന്തർമുഖതയ്ക്കാണ്. അതാണ് ഇത് ശരിയായ രീതിയിലുള്ള ശാസ്ത്രശ്രവണം ബഹിർമുഖരായ ലൗകിക ബുദ്ധിയുള്ള മനുഷ്യർക്കത് സാധ്യമല്ല. ജീവന്മാർക്ക്, മനുഷ്യരെന്ന് വെച്ചാൽ ജീവന്മാർ. പലർക്കും ശാസ്ത്രശ്രവണത്തിൽ വിമുഖത കാണും, ആത്മീയ സാധകന്മാർക്ക് കൂടി. അതിനൊരു പ്രധാന കാരണം അന്ധകരണത്തിലെ രജസ്തമോ മാലിന്യത്തിന്റെ ആധിക്യമാണ്. അന്ധകരണത്തിൽ രജസ്സും തമസ്സും അധികരിച്ചിരുന്നാൽ അവർക്ക് ശാസ്ത്ര വൈമുഖ്യം ഉണ്ടാകും. ശാസ്ത്രം ശ്രവിക്കുന്നതിന് താല്പര്യമില്ല. ശ്രവിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരും, ഉറങ്ങിപ്പോകും. കുറ്റമല്ല, ആ ജീവൻ തന്നോടൊപ്പം ആവാഹിച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണത്. ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഇതും കൊണ്ട് പോന്നു, ഇവിടെ കടന്നു വന്നപ്പോൾ തന്നെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു അന്ധകരണത്തിൽ അതിന് ഈ തരത്തിൽ ശബ്ദത്തെ ആവാഹിക്കുന്നതിനുള്ള ശേഷി കുറവായിരിക്കും. ശാസ്ത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഗുരുവിൽ നിന്ന് വരുന്ന ആത്മപ്രകാശത്തോടുകൂടിയ ആ ശബ്ദത്തെ സ്വന്തം അന്ധകരണത്തിൽ സ്വീകരിക്കുന്നതിന് അന്ധകരണം തയ്യാറല്ലെങ്കിൽ, അത് സക്ഷമമല്ലെങ്കിൽ അവിടെ ശിഷ്യൻ വിമുഖനായിത്തീരും, പരാജയപ്പെടും. അതാ ജീവന്റെ ഒരു പ്രത്യേകതയാണ്. മറിച്ച് അന്ധകരണം കൂടുതൽ സത്വത്തെ പ്രാപിച്ചിരിക്കുകയാണെങ്കിൽ, അന്ധകരണത്തിന് കൂടുതൽ ഏകാഗ്രത കൈവന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഈ പറയുന്ന ശബ്ദത്തെ, ശാസ്ത്ര രൂപത്തിലുള്ള ശബ്ദത്തെ, ഉപദേശ രൂപത്തിലുള്ള ശബ്ദത്തെ അത് ഗ്രഹിക്കും. അല്ല, ഇനി തൽക്കാലം അതിന്റെ ആശയം പൂർണ്ണമായി വെളിപ്പെട്ടില്ലെങ്കിലും കാലാന്തരത്തിൽ അത് വെളിപ്പെടും. അതാണ് ഗുരുവിന്റെ ഉപദേശം. കേൾക്കുന്ന മാത്രമല്ല അതിന്റെ താല്പര്യം നമുക്ക് പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ പക്വത കൊണ്ട് കാലാന്തരത്തിൽ അത് നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഗുരു മുമ്പ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുടെയും താല്പര്യം കാലം ചെന്നാൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു. അന്ന് പറഞ്ഞത് ഇന്ന അർത്ഥത്തിലായിരുന്നു, അന്ന് പറഞ്ഞതിന്റെ താല്പര്യം ഇന്നതായിരുന്നു. അപ്പൊ അത് ശിഷ്യന്റെ പക്വത അനുസരിച്ചാണ് ആശയം ഉള്ളിൽ സ്ഫുരിക്കുന്നത്. ആധ്യാത്മിക ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അത് സഹായിക്കുന്നത് എത്രമാത്രം അന്തർമുഖമായി നമ്മളതിനെ ഗ്രഹിക്കുന്നു, ശ്രവിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ്. ഇവിടെ ഉദ്ഘാത ഭാഷ്യത്തിൽ തന്നെ ആചാര്യസ്വാമികൾ പറയും,
ആത്മനിഷ്ഠ. ഈ ആത്മനിഷ്ഠ എന്ന് പറയുന്നത് അതിൽ പ്രധാനമായിട്ടുള്ളത് ആധ്യാത്മിക ശാസ്ത്ര ശ്രവണത്തിലുള്ള അന്തർമുഖതയാണ്. മനസ്സ് ബഹിർമുഖമായി വ്യാപരിക്കാതെ. മനസ്സിന്റെ ബഹിർമുഖമായ വ്യാപാരം എന്ന് പറയുന്നത് എന്താണോ? ശരിക്കും മനസ്സിന്റെ ബഹിർമുഖമായ വ്യാപാരം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ ധരിക്കുന്നത് പോലെ മറ്റെന്തെങ്കിലും വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതല്ല. അതിന്റെ ബാഹ്യമായ സ്ഥൂലമായ രൂപം മാത്രമാണ്. മനസ്സിന്റെ ബഹിർമുഖ വ്യാപാരം എന്ന് പറയുന്നത് മനസ്സ് രാഗദ്വേഷാത്മകമായിരിക്കുന്നതാണ്. ആ രാഗദ്വേഷാത്മകമായ മനസ്സിന്റെ ഒന്നുകൂടി സ്ഥൂലമായ പ്രവൃത്തിയാണ് നമ്മൾ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. വിഷയചിന്തയ്ക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നത് രാഗമാണ് അല്ലെങ്കിൽ ദ്വേഷമാണ്. അപ്പം മനസ്സിന്റെ ബഹിർമുഖത എന്ന് പറയുന്നത് അത് മനസ്സിന്റെ രാഗദ്വേഷങ്ങളാണ് പ്രധാനമായിട്ടും. രാഗദ്വേഷം അല്ലെങ്കിൽ അതുപോലുള്ള വികാരങ്ങളാണ്. അതാണ് മനസ്സിന്റെ ബഹിർമുഖത. ഒരു വ്യക്തിയുടെ മനസ്സിന്റെ ശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? അത് ഈ രാഗദ്വേഷാദികളുടെ ഇല്ലായ്മയാണ് മനസ്സ്. അതാണ് മനസ്സിന്റെ ശുദ്ധി. മനസ്സ് അന്തർമുഖമായിരിക്കണമെങ്കിൽ ആ മനസ്സിൽ രാഗദ്വേഷാദികൾ കുറഞ്ഞിരിക്കും. എന്നാലേ പറ്റും മനസ്സിന് അന്തർമുഖമാകാൻ പറ്റും. ഇവിടെ ഗീതയിൽ തന്നെ ഇനി പലതവണ ചർച്ച ചെയ്യും. അസംഗത, നിർലേപം, ആത്മാവിന്റെ അസംഗത, നിർലേപം എന്നെല്ലാം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അത് ആത്മാവിന്റെ സ്വഭാവമാണ്, അതതിന്റെ സ്വരൂപമാണ്. അവിടെ എന്തെങ്കിലും നമ്മളൊരു ഗുണം അതിലേക്ക് കൂട്ടിച്ചേർക്കുന്നതല്ല. പക്ഷെ മനസ്സിന്റെ നിർലേപം, അസംഗത എന്ന് പറയുന്നത് അതല്ല. അത് രാഗദ്വേഷങ്ങളുടെ ഇല്ലായ്മയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ പിന്നീട് പറയും കാമയേഷ ക്രോധയേഷ. അതായത് മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലല്ലോ, മനസ്സിന്റെ പിടി നിൽക്കുന്നില്ല, മനസ്സിന് ഏകാഗ്രതയില്ല, മനസ്സിന് ഉന്മേഷമില്ല. ഇങ്ങനെ അർജുനന്റെ ഒരുപാട് പരാതികൾ. അതിനെല്ലാം പറയുന്ന എന്താണ് അർജുന, അതിനെല്ലാം കാരണം രാഗദ്വേഷങ്ങളാണ്. മനസ്സിൽ എത്രമാത്രം രാഗദ്വേഷങ്ങൾക്ക് ഇടമുണ്ടോ അത്രമാത്രം മനസ്സ് ബഹിർമുഖമായിരിക്കും. നമ്മൾ പുറമേ പ്രവൃത്തികളെല്ലാം വിട്ട് ഒരു പ്രവൃത്തിയും ചെയ്യാതെ ഏകാന്തമായി ഗുഹയിൽ അല്ലെങ്കിൽ മുറിയിലിരുന്ന് ധ്യാനിക്കുന്നു, അല്ലെങ്കിൽ ധ്യാനം നമ്മൾ പരിശീലിക്കുന്നു. അങ്ങനെ പരിശീലിക്കുന്നിടത്തും നമ്മുടെ മനസ്സ് അന്തർമുഖം എന്ന് പറയാൻ പറ്റത്തില്ല. അവിടെയും നമ്മുടെ മനസ്സിൽ രാഗദ്വേഷങ്ങളുണ്ട്, പ്രകടമായി, അല്ലെങ്കിൽ രാഗദ്വേഷങ്ങളുടെ ബീജമുണ്ടെങ്കിൽ മനസ്സ് അന്തർമുഖമല്ല. അതേസമയം നമ്മൾ ബഹിർമുഖമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മനസ്സും കരണങ്ങളും ബാഹ്യവിഷയങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ശബ്ദം കേൾക്കുന്നു, നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ രാഗദ്വേഷങ്ങൾ പ്രായേണ വിരളമാണ്, അല്ലെങ്കിൽ അതിന്റെ ബീജം അഗണ്യമാണ്. അത് പരിഗണിക്കത്തക്കതല്ല എങ്കിൽ നമ്മൾ അവിടെ അന്തർമുഖമാണ്. അപ്പം നമ്മുടെ കരണങ്ങളുടെ ബാഹ്യ വ്യാപാരങ്ങൾക്കനുസരിച്ചല്ല നമ്മുടെ അന്തർമുഖതയെ നിർണ്ണയിക്കുന്നത്. അല്ലെങ്കിൽ അന്തർമുഖതയുടെ മാനദണ്ഡം കരണങ്ങളുടെ ബാഹ്യ വ്യാപാരം അനുസരിച്ചല്ല. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഗീതയിൽ ചർച്ച ചെയ്യാൻ പോകുന്ന കർമ്മത്യാഗം, കർമ്മയോഗം, ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ കർണങ്ങൾ ഉണർന്ന് ബാഹ്യവിഷയങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ബഹിർമുഖമാകുന്നു. നമ്മൾ നമ്മുടെ കർണങ്ങളെല്ലാം അടക്കി പുറത്തേക്ക് വിടാതെ ബലം പ്രയോഗിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ അന്തർമുഖമാകുന്നു എന്നല്ല ഗീത പഠിപ്പിക്കുന്നത്. ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഓരോ ഭാഗത്തും ഈ പ്രമാണങ്ങൾ, അല്ലാതെ ശ്ലോകങ്ങൾ ഉദ്ധരിച്ച് പറയാത്തത് അങ്ങനെ പറയുമ്പോൾ താമസിച്ചു.
ഈ പറയുന്നതെല്ലാം സപ്രമാണമാണ്. അതായത് അതിനെല്ലാം ഗീതയ്ക്കകത്ത് തന്നെയുണ്ട് ശ്ലോകങ്ങൾ. ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയുന്നു. ഇന്ദ്രിയങ്ങളിൽ വിഷയങ്ങൾ പ്രവർത്തിക്കുന്നു. പക്ഷെ അത് ഇന്ദ്രിയങ്ങളാണ് വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ, ആ ധാരണയോടുകൂടി പ്രവർത്തിക്കുന്നവൻ അന്തർമുഖനാണെന്ന് തന്നെ ഗീതയിൽ പറയും. അത്തരം ഒരു അന്തർമുഖത, കാരണം വേദാന്ത അല്ലെങ്കിൽ ശാസ്ത്രം നമ്മൾ ശ്രവിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരും, അവിടെ നമ്മൾ ഉണർന്നിരിക്കുകയാണ്, നമ്മുടെ ശ്രവണേന്ദ്രിയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ എങ്ങനെ അന്തർമുഖത സംഭവിക്കും? കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. അന്തർമുഖത സംഭവിക്കണമെങ്കിൽ ഒന്നും കേൾക്കാതെ ചെവിയും അടച്ച് കണ്ണടച്ച് എന്തെങ്കിലും ഒരു രൂപത്തെ അല്ലെങ്കിൽ ഒരു ശബ്ദത്തെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കേണ്ടേ എന്നും മനസ്സിൽ സംശയം തോന്നും. ഒരാൾക്ക് വിഷയങ്ങളെല്ലാം വിട്ട് ഒരു വിഷയത്തിൽ തന്നെ മനസ്സ് ഏകാഗ്രമാക്കി അങ്ങനെ അന്തർമുഖനായി ഇരിക്കാൻ കഴിയില്ല എന്നല്ല, അങ്ങനെ അന്തർമുഖനായിരിക്കാൻ കഴിയും. പക്ഷെ സാധാരണ ജീവന്മാരുടെ മനസ്സ് അന്തർമുഖത ശീലിക്കുമ്പോഴും ബഹിർമുഖമായിരിക്കും. രാഗദ്വേഷങ്ങളുടെ പ്രേരണ ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. ഇവിടെ ശാസ്ത്രശ്രവണത്തിന് നമുക്ക് വൈമുഖ്യം ഉണ്ടാക്കുന്നത് നമ്മുടെ ആധ്യാത്മിക സാധനയുടെ മഹത്വമാണെന്ന് ചിലർ തെറ്റിദ്ധരിക്കും. വരുന്ന നിലയിലുള്ള ഒരു സാധകനാണ്, എനിക്ക് ഈ ശാസ്ത്രത്തിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് ധരിക്കും. അത് പരമ അബദ്ധമാണ്, മൂർഖതയാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. ഈ സാധനയുടെ തുടക്കം അതും ശാസ്ത്രത്തിലാണ്, അതിന്റെ ഒടുക്കവും ശാസ്ത്രത്തിൽ തന്നെ. ഇത് വിട്ടിട്ട് ഒരു സാധനയില്ല. അതെന്താ അത്ര തറപ്പിച്ച് പറയാൻ കാരണം ശാസ്ത്രം നേരത്തെ ഞാൻ പറഞ്ഞത് ഗുരുപദേശമാണ്, അത് മറക്കരുത്. ഗുരുപദേശമാണ് ആത്മീയ സാധനയുടെ തുടക്കം. ഇതിന്റെ ഒടുക്കവും ആ ഗുരുപദേശത്തിൽ തന്നെ. ഒരാൾക്കെങ്ങനെ ശാസ്ത്രത്തെ വിടാൻ പറ്റും? ശാസ്ത്രത്തെ അതിന്റെ പ്രാധാന്യത്തെ കുറച്ച് കാണാൻ പറ്റും. കാരണം ചിലർ വിചാരിക്കും ഞാൻ കൂടുതൽ സമയം ജപിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്കിതിന്റെ ആവശ്യം എന്താണ്, ശാസ്ത്രം ശ്രവിക്കുന്ന എന്തിനാണ് എന്ന് ചിലരെങ്കിലും ധരിച്ചു പോകും. പക്ഷെ വാസ്തവത്തിൽ അങ്ങനെയല്ല. ഒരിക്കലും നമുക്ക് ഉപേക്ഷിക്കാൻ വയ്യാത്ത ഒരു ആധ്യാത്മിക ജീവിതത്തിൽ, ഒരു ആധ്യാത്മിക സാധനയിൽ ഒരിക്കലും നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒന്നാണ് ഗുരുപദേശം. അതുകൊണ്ട് ശാസ്ത്രത്തെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയത്തില്ല. അത് അന്തർമുഖമായി ശ്രവിക്കണം എന്നാണ്. അതായത് ശാസ്ത്രത്തിന്റെ വിഷയം ആത്മാവായിരിക്കുന്നതുകൊണ്ട് ശാസ്ത്രം ശ്രവിക്കുമ്പോൾ ആത്മാവിനെ അനന്യമായി തന്നെ ചിന്തിക്കണം. താൻ മനനം ചെയ്യുന്നത് തന്നിൽ നിന്നും അന്യമായ ഒരു വിഷയത്തെക്കുറിച്ചെല്ലാം മറിച്ച് തന്റെ സ്വരൂപത്തെ സംബന്ധിച്ചാണ് എന്നുള്ള ബോധം ശ്രോതാവിൽ നിലനിൽക്കണം എപ്പോഴും. അതാണ് അന്തർമുഖതയുടെ മറ്റൊരു സവിശേഷത. നമ്മളൊരു ക്ലാസ്സിലിരുന്ന് ഫിസിക്സോ കെമിസ്ട്രിയോ പഠിക്കുന്നത് പോലെ അല്ല ആത്മതത്വശ്രവണം എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ അന്ധകരണം എന്ത് ചെയ്യുന്നു? അന്യമായ ബാഹ്യമായ ഒരു വിഷയത്തെ അതിനുള്ളിൽ ഒതുക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ മനസ്സ് നാനാത്വത്തെ പ്രാപിക്കുകയാണ്. മനസ്സ് വിഭിന്ന പരിണാമങ്ങളിലാണ്. അവിടെ മനസ്സിന് ഏകാന്ത പരിണാമമല്ല അവിടെ സംഭവിക്കുന്നത്. എന്തുകൊണ്ട്? ആ മനസ്സ് തന്നിൽ നിന്ന് അന്യമായ ബഹിർമുഖമായ ഭിന്നങ്ങളായ വിഷയങ്ങളെ സ്വീകരിക്കുന്നു. ആത്മതത്വത്തിന്റെ ശ്രവണത്തിൽ അങ്ങനെയല്ല. അവിടെ വിഷയം ഒന്നേ ഉള്ളൂ, അത് തന്റെ സ്വരൂപമാണ്. താൻ ചിന്തിക്കുന്നത്, താൻ പൂർവപക്ഷങ്ങൾ ഉന്നയിക്കുന്നതും സിദ്ധാന്തങ്ങളിലൂടെ സമർത്ഥിക്കുകയോ ചെയ്യുന്നത് തന്റെ തന്നെ സ്വരൂപത്തെയാണ്.
ശ്രവിക്കുന്നതും മനനം ചെയ്യുന്നതും നിധിധ്യാസനം ചെയ്യുന്നതും ധ്യാനിക്കുന്നതും തന്റെ തന്നെ സ്വരൂപത്തെയാണ് എന്നുള്ള ധാരണ അത് ഒരു സമയവും ശ്രോതാവിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല. കേൾക്കുന്നവനിൽ ആ ധാരണ വിടാൻ പാടില്ല. വിട്ടുകഴിഞ്ഞാൽ അവൻ അന്യമായൊരു വസ്തുവിനെ ആത്മാവിനെ പ്രാപിക്കുന്നതിനുള്ള ശ്രമമായി ഇതിനെ കണക്കാക്കും. എന്നുവെച്ചാൽ അവിടെ ശ്രവണ മനനങ്ങളെല്ലാം ബഹിർമുഖങ്ങളായിത്തീരും, പ്രയോജനമില്ലാത്തതായിത്തീരും. ശാസ്ത്രം നമുക്ക് അധികപ്പറ്റായിത്തീരും. നമ്മൾ മറ്റെന്തോ ഒന്നിനെ നമ്മിലേക്ക് ആരോപിക്കുന്നതായി തീരും. എന്നുവെച്ചാൽ ഒരു ബന്ധനം കൂടി കൂടും, ശാസ്ത്രബന്ധനം. മറ്റുള്ള ബന്ധനങ്ങളിൽ നിന്നും ഒരു ബന്ധനത്തെ കൂടി നമ്മൾ ക്ഷണിച്ചു വരുത്തും, പ്രയോജനമില്ലാതായിത്തീരും. അതുപോലെ തന്നെ ഇതിനെ പഠിക്കുന്നു. ഗ്രന്ഥങ്ങൾ നമ്മൾ ശാസ്ത്രം ഗ്രഹിക്കുന്നതിൽ മറ്റൊരു അബദ്ധം കൂടി കാണിക്കാറുണ്ട്. ശാസ്ത്ര ശ്രവണം എന്ന് പറയുന്നത് ഒരു കൂട്ടർ ധരിച്ചു വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് അധ്യയന സമ്പ്രദായങ്ങളിൽ നിന്ന് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്, ഈ ശാസ്ത്രത്തെ നമ്മൾ നമ്മുടെ ധാരണാശക്തി കൊണ്ട് നമ്മുടെ അന്ധകരണത്തിൽ സ്മരണരൂപത്തിൽ, അതായത് ഓർമ്മിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. ശ്ലോകങ്ങൾ, പദങ്ങൾ, വാക്യങ്ങൾ, ഇതിനെയൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞാൽ കാണാതെ പഠിച്ചു വയ്ക്കുക. ശ്രവണ മനനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കാണാതെ പഠിത്തമല്ല, കാണാതെ പഠിച്ചു വയ്ക്കുകയല്ല. കാണാതെ പഠിക്കുന്ന നമ്മൾ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യത്തെ നമ്മൾ നമ്മുടെ സ്മരണമണ്ഡലത്തിൽ സൂക്ഷിക്കുന്നു, സ്മൃതി രൂപത്തിൽ സൂക്ഷിക്കുന്നു, വീണ്ടും അതിനെ പുറത്തെടുത്ത് ഉപയോഗിക്കുന്നു. ഇവിടെ പറയുന്ന ശാസ്ത്രശ്രവണം ഒരിക്കലും കാണാതെ പഠിത്തമല്ല. നമ്മളിതിനെ കാണാതെ പഠിച്ചു വെച്ചാൽ നമുക്കിത് അതേ രീതിയിൽ നമുക്ക് പുറത്തെടുക്കാനും പറയാനും അല്ലെങ്കിൽ പ്രസംഗിക്കാനും നമ്മളെ സഹായിക്കും. ഇപ്പൊ ഗുരു നമ്മളോട് ഉപദേശിച്ചു തരുന്ന ഒരിക്കലും ഗുരു കാണാതെ പഠിച്ച കാര്യങ്ങളല്ല. പക്ഷെ നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? നമ്മൾ കാണാതെ പഠിച്ച കാര്യങ്ങളാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഇതിനെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതിനെ പഠിക്കുന്നു. അപ്പോൾ അത് കാണാതെ പഠിക്കുകയാണ് ശാസ്ത്രത്തിൽ. അങ്ങനെ നമ്മൾ കാണാതെ പഠിക്കുന്നത് നമുക്ക് പ്രയോജനപ്പെടുന്നില്ല. നമ്മൾ പ്രസംഗിക്കുന്നു, കേൾക്കുന്നവർക്കും അത് പ്രയോജനപ്പെടുന്നില്ല. അതിന്റെ പൂർണ്ണതയും ദേശമൊക്കെ പ്രയോജനപ്പെടുന്നില്ല. ഒരു സംസ്കാരത്തെ അതുണ്ടാകും. ശാസ്ത്രശ്രവണം എന്ന് പറയുന്നത് ഒരിക്കലും അതിനെ മനഃപ്പാഠം ചെയ്യലല്ല, അല്ലെങ്കിൽ ശബ്ദത്തെ, അർത്ഥത്തെ നമ്മൾ ഓർമ്മിച്ചു വയ്ക്കുകയല്ല, സ്മൃതി മണ്ഡലത്തിൽ സൂക്ഷിക്കുകയല്ല. മറിച്ചോ ശാസ്ത്രശ്രവണം എന്ന് പറയുന്നത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, അത് ശാസ്ത്രം ഗുരുപദേശമാണ്. ഗുരുവിന്റെ വാക്യം അല്ലെങ്കിൽ ഗുരുവിന്റെ ഉപദേശം എന്ന് പറയുന്നത് ഗുരുവിന്റെ അനുഭൂതിയുടെ പ്രകാശനമാണ്. ശാസ്ത്രശ്രവണം എന്ന് പറയുന്നത് ആ അനുഭൂതിയുടെ സ്വീകരണമാണ് ശ്രോതാവിന്റെ, മനഃപ്പാഠം ചെയ്യലല്ല. അതുകൊണ്ടാണ് ആചാര്യന്മാര് തന്നെ വേദം പഠിക്കുന്നവരെ കഴുതകളെന്ന് വിളിച്ചത്. ഭാരഹാരിക്കില്ല, യാസ്കം പറഞ്ഞിട്ടുണ്ട്. ഋഷി ഈ വേദം പഠിക്കുന്നവരെല്ലാം ഒട്ടുമുക്കാനും കഴുതകളാണ്, കഴുത ബ്രാഹ്മണന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ ശ്രവണം ചെയ്യുന്നു. ശ്രവണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരു ചൊല്ലിക്കൊടുക്കുന്നു, ഗുരുവിന്റെ മുഖത്ത് നിന്നത് കേൾക്കുന്നു, അത് തന്റെ നാക്കിൽ ഉറപ്പിക്കുന്നു. അതിനപ്പുറം അന്ധകരണത്തിൽ പ്രത്യേകിച്ച് മാറ്റവും സംഭവിക്കുന്നു. പറഞ്ഞു കൊടുക്കുന്നവനും കേൾക്കുന്നവനും
കഴുതയായി തന്നെ തീരുന്നു, കഴുതയായി തന്നെ മരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ കഴുതബ്രാഹ്മണന്മാരെന്നാണ് വിളിച്ചിരിക്കുന്നത്, യാസ്കൻ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ശാസ്ത്രശ്രവണം അങ്ങനെ ആകാൻ പാടില്ല, നമ്മുടെ കഴുതകളാക്കാൻ പാടില്ല. കഴുതകളിൽ നിന്ന് ശ്രവിക്കാനും പാടില്ല, കഴുതകൾ ശ്രവിക്കാനും പാടില്ല, പ്രയോജനമില്ലാതായിത്തീരും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? അത് ശാസ്ത്രത്തിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ അനുഭൂതിയുടെ സംക്രമണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അനുഭൂതിയുടെ സംക്രമണം. ഒരു അന്ധക്കരണ ദേശത്ത് നിന്ന് മറ്റൊരു അന്ധക്കരണ ദേശത്തിലേക്കുള്ള സംക്രമണം. അവിടെ ഗതി ക്രിയയില്ല, മറിച്ച് എന്ത് ചെയ്യുന്നു? ഒരേ വൃത്തിപ്രവാഹം രണ്ടിടത്ത് സംഭവിക്കുന്നു. വക്താവിന്റെ അന്ധക്കരണം ഏത് വൃത്തിയിലാണോ ശ്രോതാവിന്റെ അന്ധക്കരണവും അതേ വൃത്തിയിൽ പരിണമിക്കുന്നു. ആത്മ അനുഭവത്തിന്റെ സ്വീകരണമാണത്. അതിന് അന്തർമുഖമായിട്ടുള്ള, അതായത് താൻ ശ്രവിക്കുന്ന, താൻ ഗ്രഹിക്കുന്ന വിഷയം തന്നിൽ നിന്ന് അന്യമല്ല എന്നുള്ള ആന്തരിക ധാരണയോടുകൂടി, അതിനെ വിസ്മരിക്കാതെയുള്ള ആന്തരിക ബോധത്തോടുകൂടിയുള്ള ശാസ്ത്രശ്രവണം അതതിനാവശ്യമാണ്. അതാണ് അന്തർമുഖ. അതോടൊപ്പം അതിനാവശ്യമായിട്ടുള്ള മറ്റൊരു കാരണമാണ് ഏകാഗ്രത, അന്ധകരണത്തിന്റെ ഏകാഗ്രത. ഏകാഗ്രമായ മനസ്സിൽ നിന്ന് മാത്രമേ ഈ പറയുന്ന ആത്മവൃത്തിയെ സ്വീകരിക്കാൻ ഉള്ള ക്ഷമത കാണത്തുള്ളൂ. അന്തർമുഖതയോടൊപ്പം പ്രാധാന്യമാണ് ആ ഏകാഗ്രതയ്ക്ക്. നമ്മൾ ശാസ്ത്രത്തെ ശ്രവിക്കുമ്പോൾ നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകും. നേരത്തെ പറഞ്ഞല്ലോ, അന്തർമുഖതയ്ക്ക് സഹായിക്കുന്നത് രാഗദ്വേഷങ്ങൾ, അതായത് അതിന്റെ കുറവല്ലെങ്കിൽ ഇല്ലായ്മയാണെങ്കിൽ ഏകാഗ്രതയ്ക്ക് നമ്മളെ സഹായിക്കുന്നത് ആ രാഗദ്വേഷങ്ങൾക്ക് കാരണമായിരിക്കുന്ന രജസ്തമോ മാലിന്യങ്ങളുടെ കുറവാണ്. അന്ധകരണത്തിൽ രജസ്തമോ മാലിന്യങ്ങൾ അധികരിച്ചിരുന്നാൽ ഏകാഗ്രത കുറയും. ആ ഏകാഗ്രത കുറയുമ്പോഴാണ് നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഉണർവ് നഷ്ടപ്പെടുന്നത്. ആ ഉണർവ് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോകും. എപ്പോഴാണോ ഉണർവ് നഷ്ടപ്പെടുന്നത്? ആ ഉണർവ് ഇല്ലാതാകണമെങ്കിൽ തമാശ, ഫലിതം പറയണം. ഫലിതം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഉണരും. കാരണം എന്തുകൊണ്ട്? ഫലിതം പറഞ്ഞ് ഉണർത്തുന്ന മനസ്സ്, അപ്പം പ്രയാസത്തോടുകൂടി തന്നെ ഞാൻ പറയട്ടെ, ഇതിന് പറ്റിയ മനസ്സല്ല. ഫലിതം പറയാതെ ഉണർന്നിരിക്കുന്ന മനസ്സാണ് ഇതിന് ഏറ്റവും പറ്റിയത്. ഫലിതം പറഞ്ഞ് മനസ്സിനെ ഉണർത്താം. സാധാരണ കഥാകാരന്മാർ ചെയ്യുന്നതാണ്. കാരണം ചിലരുടെയെങ്കിലും മനസ്സിൽ തോന്നിയിരിക്കും, ആ മറ്റേ സ്വാമിയുടെ ക്ലാസ് കുറച്ചുകൂടെ നന്നായിരുന്നു. കാരണം ഈ സ്വാമി എന്താണ് ഈ കട്ടിയായ വേദാന്തം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ ഉറക്കം വരുന്നു. മറ്റേ സ്വാമിയാണെങ്കിൽ കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് രസിപ്പിച്ച്. അത് ശരിയാണ്, ആ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. ഈ സ്വാമി നമുക്ക് പറ്റിയ സ്വാമിയല്ല. പക്ഷെ ഇതിന്റെ അകത്ത് ചില കാര്യങ്ങളുണ്ട്. ഉറക്കം വരുന്നതിന് ഈ സ്വാമി ഉത്തരവാദിയല്ല. മനസ്സിന്റെ രജസ്സും തമസും അത് അധികരിച്ചിരിക്കുമ്പോൾ മനസ്സിന് ഏകാഗ്രത വരത്തില്ല, മനസ്സ് ഉണർവ് വരത്തില്ല. ഉണർവ് വരാതിരുന്നു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും, സ്വാഭാവികമാണ്. പിന്നെ ആ മനസ്സിനെ ഉണർത്തണമെങ്കിൽ എന്താണ്?
സാത്വികമായ ആത്മവിദ്യ കൊണ്ട് തന്നെ വളർത്താൻ പറ്റത്തില്ല. മറിച്ച് രാജസികമായ എന്തെങ്കിലും വേണം, അതിന് മനസ്സിലിട്ട് കൊടുക്കണം. അതാണ് ഫലിതവും തമാശയൊക്കെ. സത്വത്തിന്റെ പ്രവൃത്തിയല്ല, രജസിന്റെ പ്രവൃത്തിയാണ്. രാജസികമായ വൃത്തികൾ മനസ്സിലേക്ക് ചെല്ലുമ്പോൾ മനസ്സതിനെ സ്വീകരിക്കും. സാത്വികമായ വൃത്തി അവിടെ ചെല്ലുമ്പോൾ അത് സ്വീകരിക്കത്തില്ല. കാരണം അവിടെ ഏകാഗ്രതയില്ല, രജസ്സും തമസ്സും അധികരിച്ചിരിക്കും. അന്ധകരണത്തിനൊരു പ്രത്യേകതയുണ്ട്. അതായത് അത് ക്ഷണപരിണാമിയാണ്. പ്രതിക്ഷണം അത് പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു. സാങ്കേശാസ്ത്രത്തിൽ പറയുന്നത് അതിസൂക്ഷ്മമായ രീതിയിൽ ഓരോ ക്ഷണവും മനസ്സിൽ ഗുണ ഉദ്രേകം എന്നാണ് അവരുടെ ഭാഷയിൽ പറയുന്നത്. ഗുണത്തിന്റെ അധികരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പ്രതിക്ഷണം. അതായത് ഈ ക്ഷണം എന്റെ മനസ്സിൽ സത്വം കൂടി വരികയാണെങ്കിൽ അടുത്ത ക്ഷണം തമസായിരിക്കും, അടുത്ത ക്ഷണം രജസായിരിക്കും. ഇങ്ങനെ പരിണമിച്ചുകൊണ്ടേയിരിക്കും. സാത്വികമായ അന്ധകരണമെന്ന് നമ്മൾ പറയുന്നത് എന്താണ്? കൂടുതൽ ക്ഷണങ്ങളിൽ സത്വരൂപത്തിൽ പരിണമിക്കുന്നതിന് സാത്വിക അന്ധകരണം എന്ന് പറയും. കൂടുതൽ ക്ഷണങ്ങളിൽ രജോരൂപത്തിൽ പരിണമിക്കുന്നതിന് രാജസാന്തകരണം എന്ന് പറയും. കൂടുതൽ ക്ഷണങ്ങളിൽ തമോ രൂപത്തിൽ പരിണമിക്കുന്നതിന് താമസാന്തകരണം എന്ന് പറയും. അപ്പോൾ നമ്മുടെ മനസ്സ് നമ്മളിപ്പോൾ ശ്രവണം ചെയ്യുന്ന കാലത്ത് തന്നെ എടുക്കുക. 1 മണിക്കൂർ നമ്മൾ വേദാന്ത ശാസ്ത്ര ശ്രവണം ചെയ്യും. ഈ 1 മണിക്കൂറിൽ നമ്മുടെ അന്ധകരണം കൂടുതൽ സമയം സാത്വിക രൂപത്തിൽ പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിക്ഷണം പരിണമിക്കുന്നതിൽ കൂടുതൽ സമയം അത് സാത്വികമായ അന്ധകരണമായിരിക്കും. അവിടെ ഏകാഗ്രത ഉണ്ടായിരിക്കും. തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾക്ക് ആ മനസ്സിൽ ആ ഉണർവിനെ നിലനിർത്താൻ കഴിയും. മറിച്ചത് രജതമോ രൂപത്തിൽ, അല്ലെങ്കിൽ അത് രജസും തമസും കലർന്ന രൂപത്തിൽ ആണത് പരിണമിക്കുന്നതെങ്കിൽ അവിടെ ആ ഏകാഗ്രത ഉണ്ടാകും, നഷ്ടപ്പെടും. ഇടയ്ക്ക് ഏകാഗ്രത ഉണ്ടാകും, നഷ്ടപ്പെടും. ഇടയ്ക്ക് ഉണർവുണ്ടാവും, ഇടയ്ക്ക് ഉറക്കത്തിലേക്ക് പോകും. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഈ ഇടയ്ക്ക് നമ്മുടെ ഉണർവ് നഷ്ടപ്പെടുകയും ഉറക്കത്തിലേക്ക് പോവുകയും. അതിന് ബാഹ്യമായ കാരണങ്ങൾ പലതായിരിക്കും. പക്ഷെ ആന്തരികമായ കാരണം ഒന്നേ ഉള്ളൂ, ഈ ഗുണപരിണാമം. അതാണ് അതിന് കാരണം. ഏകാഗ്രമായ മനസ്സ് സദാസമയവും സാത്വികമായ വൃത്തികളെ സ്വീകരിക്കാൻ തയ്യാറായി തന്നെ ഇരിക്കും. ഇലക്ട്രിസിറ്റി പോലെ അതിന് ഗുഡ് കണ്ടക്ടറും ബാഡ് കണ്ടക്ടറും ഉണ്ട്. ചില വസ്തുക്കൾ ഇലക്ട്രിസിറ്റി പൂർണ്ണമായും സ്വീകരിക്കും, ചിലതിന് കുറച്ച് സ്വീകരിക്കും, ചിലതിനെ സ്വീകരിക്കത്തില്ല. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ചില അന്ധകരണങ്ങൾ സാത്വികമായ ആത്മവിദ്യയെ പൂർണ്ണമായി സ്വീകരിക്കും. അന്ധകരണം സദാ സാത്വികമായി പരിണമിച്ചുകൊണ്ടിരിക്കും. അത് ആ മനസ്സ് ഏകാഗ്രമായി പരിണമിച്ചുകൊണ്ടിരിക്കും. ചിലതിന് കഴിയത്തില്ല. ചില സമയം ഏകാഗ്രമായി, ചില സമയം അല്ലാതെ ഇരിക്കും. ചില സമയം സാത്വികമായും, ചില സമയം രാജസ താമസ സ്വഭാവങ്ങളിലും ഇരിക്കും. ജീവന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് അന്ധകരണത്തിന്റെ സാത്വികമായ ഭാവം അത് ശാസ്ത്രശ്രവണത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ ചോദിക്കും, അങ്ങനെ സാത്വികമായ ഒരു ഭാവം അല്ലെങ്കിൽ ഉണർവ് മനസ്സിന് വരുന്നതിന് അതിനെന്താ ചെയ്യേണ്ടത്? നമ്മുടെ എല്ലാ ആധ്യാത്മിക സാധനങ്ങളും ഇവിടെയും ഉദ്ദേശം അത് തന്നെയാണ്. ഈ പറയുന്ന ശാസ്ത്രശ്രവണം പോലും അതിന് സഹായിക്കും. മറ്റ് ജപധ്യാനാദികൾ, മറ്റ് കർമ്മയോഗാദി അനുഷ്ഠാനങ്ങളെല്ലാം ഈ മനസ്സിന്റെ സാത്വിക പരിണാമത്തിന് വേണ്ടിയാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത്. അതിന്റെ എല്ലാം പക്വതയ്ക്കനുസരിച്ച്, അതിന്റെ എല്ലാം പുരോഗതിക്കനുസരിച്ച് മനസ്സ് സാത്വികമായി പരിണമിക്കും. അങ്ങനെ സാത്വികമായ ഒരു പരിണാമത്തിൽ മനസ്സ് ഏകാഗ്രമാവും, അന്തർമുഖമാവും. അപ്പോൾ ഏകാഗ്രതയും അന്തർമുഖതയോടും കൂടി ഗുരുവാക്യത്തെ ശ്രവിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ ആത്മബോധം പ്രകാശിക്കുന്നു. അല്ലെങ്കിൽ ആ ശബ്ദം അതിന്റെ ലക്ഷ്യരൂപത്തിൽ ആത്മബോധത്തെ പ്രകാശിപ്പിക്കുന്നു, വാച്യരൂപത്തിലല്ല. അപ്പോൾ ഈ കാര്യങ്ങൾ ഇത് പല സന്ദർഭങ്ങളിലായി ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്.
എന്നാലും വീണ്ടും, കാരണം മനസ്സിന്റെ സ്വഭാവമാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്നും വിമുഖമാകുക, ഇത്തരം കാര്യങ്ങളെ തള്ളിക്കളയുക. അത് മനസ്സിന്റെ സ്വഭാവമാണ്, കാരണം മായാകാര്യമാണ്. ആത്മശ്രവണം ഉണ്ടാകുക, ആത്മബോധം സംഭവിക്കുക, ഇതൊന്നും മായയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം മായയിൽ നിന്ന് അജീവൻ മുക്തനായി കളയും. അപ്പം അതിനിഷ്ടമില്ലാത്ത കാര്യമായതുകൊണ്ട് അതൊരിക്കലും ഇതൊന്നും അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോവുക, മറന്നുപോവുക. മുമ്പ് ശ്രമിച്ചാലും വീണ്ടും യഥാസമയം ഓർക്കാതിരിക്കുക. ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു ജീവനെ സംബന്ധിച്ച് സദാസമയം സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതിന്റെ ഒരു പുനർമനനം, വീണ്ടും ഒരു പുനർവിചിന്തനം, അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ആമുഖമായിട്ട് പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഭാഷ്യത്തിന്റെ വാച്യാർത്ഥമല്ല, ഭാഷ്യത്തിലേക്ക് കടന്നില്ല. പക്ഷെ ഭാഷ്യത്തിന്റെ ലക്ഷ്യത്തിൽ ഇതെല്ലാം ഉണ്ട്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് തുടർന്നു വരുന്ന കാര്യങ്ങൾ ദിവസങ്ങളിൽ ഭാഷ്യം ചർച്ച ചെയ്യാം. ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കും. പൂർണ്ണമുദച്ഛേദ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതി. ഓം ശാന്തി ശാന്തി.